നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ബിരുദാനന്തര പഠനത്തിന്റെ ഭാരങ്ങളിൽ നിന്നും ഒരു മോചനം കൊതിച്ചാണ് ശങ്കർ ആ വേനലവധിക്കാലത്ത് തന്റെ തറവാട്ടിലേക്ക് വണ്ടിയിറങ്ങിയത്. പൊടിപിടിച്ച ഓർമ്മകൾ പോലെ പഴമയുടെ ഗന്ധമുള്ള ആ തറവാടും അതിരുകളിലെ കരിമ്പനകളും അടുത്തുള്ള കാവും അവനൊരു പുത്തൻ ലോകമായിരുന്നു. അവന്റെ മുത്തശ്ശൻ കേശവൻ നായർ ഗ്രാമത്തിലെ കാരണവരായിരുന്നു. ചെമ്പകശ്ശേരിയുടെ ഓരോ മന്ദിരിക്കും പറയാൻ അദ്ദേഹത്തിന് ഒരു കഥയുണ്ടായിരുന്നു. ഒരു രാത്രി മുറ്റത്തെ ചാരുകസേരയിലിരുന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിക്കിടക്കുമ്പോൾ ശങ്കർ ചോദിച്ചു, മുത്തശ്ശ, ഈ ഗ്രാമത്തിൽ അങ്ങനത്തെ കഥകളൊക്കെയുണ്ടോ? പ്രേതം, യക്ഷി, അങ്ങനെയൊക്കെ? മുത്തശ്ശൻ ഒന്നു നിശബ്ദനായി. പിന്നെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, കഥകളില്ലാത്ത നാടുണ്ടോ കുട്ടിയെ? വിശ്വാസങ്ങളിലാണ് എല്ലാം. ഈ കാണുന്ന പാടത്തിനപ്പുറം ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു കരിമ്പനെ കണ്ടിട്ടില്ലേ നീ? അതിനൊരു കഥയുണ്ട്. ശങ്കറിന്റെ കണ്ണുകളിൽ കൗതുകം നിറഞ്ഞു. എന്താ അത്? അത് ചെമ്പകേക്ഷിയുടെ കരിമ്പനയാ. പണ്ട് ഈ നാട്ടിലെ ഒരു തമ്പുരാന്റെ കാമവരിക്ക് ഇരയായി ജീവനൊടുക്കിയ ഒരു നർത്തകിയായിരുന്നു ചെമ്പകം. അവളുടെ അടങ്ങാത്ത മോഹങ്ങളും പകയുമാണ് ആ കരിമ്പനയിൽ കുടിയിരിക്കുന്നത് എന്നാ വിശ്വാസം. സന്ധ്യ മയങ്ങിയാൽ ആരും ആ വഴിക്ക് പോകാറില്ല. പോയ പല ചെറുപ്പക്കാരെയും പിറ്റേന്ന് രാവിലെ ചോരയിറ്റുന്ന ശരീരവുമായി കരിമ്പനച്ചുവട്ടിൽ കണ്ടിട്ടുണ്ട് എന്നാ പഴമക്കാർ പറയുന്നത്. ശങ്കർ ചിരിച്ചു. ഇതൊക്കെ ഈ കാലത്തും ആരെങ്കിലും വിശ്വസിക്കുമോ മുത്തശ്ശ? മുത്തശ്ശന്റെ മുഖം ഗൗരവമായി. വിശ്വാസമില്ലായ്മയാണ് പലപ്പോഴും ആപത്ത്. അറിഞ്ഞുകൊണ്ട് തീയിൽ ചെന്ന് ചാടരുത്. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകരുത്. പ്രത്യേകിച്ച് പൗർണമി ദിവസങ്ങളിൽ. അവൾക്കേറ്റവും ശക്തി കൂടുന്ന ദിവസമാണത്. മുന്നറിയിപ്പുകൾ ശങ്കറിൽ ഭയത്തെക്കാളുപരി ഒരുതരം ആകർഷണമാണുണ്ടാക്കിയത്. ഒരു എഴുത്തുകാരനാകാൻ മോഹിച്ച അവൻ ആ യക്ഷിക്കത്ത് ഒരു മികച്ച ഇതിവൃത്തമായി തോന്നി. അവൻ പകൽ സമയങ്ങളിൽ ആ കരിമ്പനയുടെ അടുത്തേക്ക് സൈക്കിളിൽ പോകുമായിരുന്നു. ദൂരെ നിന്ന് അവൻ അതിനെ നോക്കി നിന്നു. കാറ്റിൽ ആടിയുലയുന്ന പനയോലകൾ അവനെ മാടി വിളിക്കുന്നതുപോലെ തോന്നി. ഒരു ദിവസം സന്ധ്യ മയങ്ങാൻ തുടങ്ങുന്ന നേരം അവൻ പതിവിലും വൈകി. തിരികെ പോകാനൊരുങ്ങുമ്പോൾ കരിമ്പനയുടെ ചുവട്ടിൽ നിന്ന് ഒരു നേർത്ത പാട്ടിന്റെ ശബ്ദം. അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. വേദനയും പ്രണയവും കലർന്ന ഒരു ഗാനം. ശങ്കർ സൈക്കിൾ നിർത്തി ചെവി കൂർപ്പിച്ചു. ശബ്ദം വരുന്ന ദിക്കിലേക്ക് അവൻ അറിയാതെ നടന്നു. കരിമ്പനയോട് അടുത്തപ്പോൾ അവൻ ആ രൂപം കണ്ടു. വെള്ളപ്പുടവേണിഞ്ഞ് മുടി അഴിച്ചിട്ട് കരിമ്പനയിൽ ചാരി നിൽക്കുന്ന ഒരു സ്ത്രീ. അവളുടെ മുഖം വ്യക്തമായിരുന്നില്ല, പക്ഷേ ആ രൂപത്തിന് വർണ്ണിക്കാൻ കഴിയാത്ത ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. അവൾ അവനെ നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ അവന്റെ എല്ലാ സംശയങ്ങളും അലിഞ്ഞില്ലാതായി. അവൻ ചോദിച്ചു, ആരാ നിങ്ങൾ? ഈ സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക്? അവളുടെ ശബ്ദം ഒരു മർമ്മരം പോലെയായിരുന്നു. ഞാൻ ഈ കാറ്റിന്റെ കൂട്ടുകാരിയാണ്. എന്റെ പേര് ലീല. അവൾ ചെമ്പകം എന്ന് പറയാതിരുന്നത് അവന് ആശ്വാസം നൽകി. ഇതൊരു സാധാരണ സ്ത്രീയായിരിക്കുമെന്ന് അവൻ സ്വയം വിശ്വസിപ്പിച്ചു. എന്താ ഇവിടെ? അവൻ വീണ്ടും ചോദിച്ചു. ചിലപ്പോൾ ഏകാന്തതയാണ് ഏറ്റവും നല്ല കൂട്ട്, അവൾ പറഞ്ഞു നിർത്തി. അവളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ആ നിമിഷം മുതൽ ശങ്കറിന്റെ ലോകം ലീലയായി മാറി. പിന്നീടുള്ള ദിവസങ്ങളിൽ സന്ധ്യമേങ്ങുമ്പോൾ അവൻ ലീലയെ തേടി കരിമ്പനച്ചുവട്ടിലെത്തി. അവൾ അവനോട് സംസാരിച്ചു. അവളുടെ സംസാരത്തിൽ കവിതയും സംഗീതവും നിറഞ്ഞിരുന്നു. അവൾ തന്റെ ദുരന്തകഥയൊന്നും പറഞ്ഞില്ല, പകരം പ്രണയത്തെയും വിരഹത്തെയും കുറിച്ച് വാചാലയായി. ശങ്കർ എന്ന ചെറുപ്പക്കാരൻ ആ മായാവലയത്തിൽ പൂർണ്ണമായി അകപ്പെട്ടു. അവന്റെ പുസ്തകങ്ങളും പഠനവുമെല്ലാം അവൻ മറന്നു. അവന്റെ ലോകം ആ കരിമ്പനയും ലീലയും മാത്രമായി ചുരുങ്ങി. അവന്റെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ മുത്തശ്ശൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ വിളറിയ മുഖവും രാത്രിയിലെ വൈകിവരവുകളും അദ്ദേഹത്തിൽ സംശയമുണർത്തി. ശങ്കരാ, നിന്റെ ആ കരിമ്പനയുടെ അടുത്തേക്കുള്ള പോക്ക് അത്ര പന്തിയല്ല. നിന്റെ കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെടുന്നു. എന്തോ ഒരു തളർച്ച പോലെ. ഒന്നുമില്ല മുത്തശ്ശ, എനിക്ക് നല്ല സുഖമുണ്ട്. അവൻ ഒഴിഞ്ഞുമാറി. അടുത്ത ദിവസം പൗർണമിയായിരുന്നു. ലീല അവനോട് അന്ന് രാത്രി വരണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. നാളെ രാത്രി പാതിരാത്രിയിൽ വരണം. എനിക്കൊരു സമ്മാനം തരാനുണ്ട്. അവളുടെ ക്ഷണം നിരസിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ശങ്കർ തറവാട്ടിൽ നിന്നിറങ്ങി. നിലാവ് പരന്നൊഴുകുന്ന പാടവരമ്പിലൂടെ അവൻ കരിമ്പനയെ ലക്ഷ്യമാക്കി നടന്നു. ദൂരെ നിന്ന് തന്നെ ലീലയെ കണ്ടു. അന്ന് അവൾ പതിവിലും സുന്ദരിയായിരുന്നു. വെള്ളപ്പുടവയിൽ ചുവന്ന കരകൾ, മുടിയിൽ മുല്ലപ്പൂക്കൾ. അവളുടെ പുഞ്ചിരിക്ക് വല്ലാത്തൊരു വശ്യതയുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ലീല. അവൾ അവന്റെ കൈകളിൽ പിടിച്ചു. അവളുടെ കൈകൾക്ക് മഞ്ഞുകട്ടയുടെ തണുപ്പായിരുന്നു. ശങ്കർ, എനിക്കിനി കാത്തിരിക്കാനാവില്ല. നീ എന്റെ കൂടെ വരണം. നമുക്ക് മാത്രമായൊരു ലോകത്തേക്ക് പോകാം. അവളുടെ കണ്ണുകളിലെ ഭാവം മാറിത്തുടങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചു. ആ പ്രണയാതുരമായ നോട്ടത്തിന് പകരം എന്തോ ഒരു ഭീകരമായ ആസക്തി നിറയുന്നു.
എങ്ങോട്ട്? അവൻ സംശയത്തോടെ ചോദിച്ചു. അവൾ ചിരിച്ചു. അതൊരു സാധാരണ ചിരിയായിരുന്നില്ല. ആ ചിരിയിൽ പാടമാകെ വിറകൊണ്ടു. എന്റെ ലോകത്തേക്ക്. അവിടെ വിശപ്പില്ല, ദാഹമില്ല, മരണമില്ല, അനശ്വരമായ പ്രണയം മാത്രം. അവൾ അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവളുടെ നഖങ്ങൾ അവന്റെ തോളിൽ ആഴ്ന്നിറങ്ങി. ആ നിമിഷം മുത്തശ്ശന്റെ വാക്കുകൾ അവന്റെ മനസ്സിൽ ഒരു മിന്നൽ പോലെ പാഞ്ഞുപോയി. ചെമ്പകേക്ഷി. ഭയം കൊണ്ട് അവന്റെ ശരീരം വിറച്ചു. അവൻ കുതറിമാറാൻ ശ്രമിച്ചു. വേണ്ട, എന്നെ വിടൂ. അവളുടെ മുഖം ഭീകരമായി മാറി. ആ സൗന്ദര്യം ഒരു മൂടുപടം പോലെ അഴിഞ്ഞു വീണു. പുറത്തേക്ക് തള്ളിവന്ന കണ്ണുകൾ, കൂർത്ത ദംഷ്ട്രങ്ങൾ, നീണ്ടുവന്ന നഖങ്ങൾ. അവൾ അലറി, ഇല്ല. ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത് നിനക്ക് വേണ്ടിയാ. നിന്റെ ജീവരക്തം എനിക്ക് വേണം. അത് കുടിച്ച് ഞാൻ എന്റെ ദാഹം തീർക്കും. അവൾ അവനെ ബലമായി കരിമ്പനയിലേക്ക് ചേർത്തു നിർത്തി. അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് കഴിഞ്ഞില്ല. അവന്റെ ബോധം മറയാൻ തുടങ്ങി. തന്റെ അന്ത്യം അടുത്തെന്ന് അവനുറപ്പായി. ശങ്കരാ. പെട്ടെന്ന് ഒരു തീപ്പന്തം പോലെ ഒരു ശബ്ദം ആ നിശബ്ദതയെ കീറുമുറിച്ചു. മുത്തശ്ശൻ. അദ്ദേഹത്തിന്റെ കയ്യിലൊരു ഓലക്കുടയും ഒരു ചെറിയ ഇരുമ്പാണിയുമുണ്ടായിരുന്നു. യക്ഷിയുടെ ശ്രദ്ധ മാറിയ തക്കത്തിന് ശങ്കർ അവളുടെ പിടിയിൽ നിന്ന് വഴുതിമാറി. മുത്തശ്ശൻ ഉറക്കെ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ആ മന്ത്രധ്വനിയിൽ യക്ഷി പൊളഞ്ഞു. അവൾ ചെവിപൊത്തി അലറി. നിർത്തൂ. വൃദ്ധാ, നീയെന്തിനിവിടെ വന്നു? എന്റെ കുട്ടിയെ കൊണ്ടുപോകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ചെമ്പകെ, മുത്തശ്ശൻ ഗർജിച്ചു. അദ്ദേഹം കയ്യിലിരുന്ന ഇരുമ്പാണി ശങ്കരൻ നേരെ എറിഞ്ഞു. വേഗം. ഇത് ആ കരിമ്പനയിൽ തറയ്ക്ക്. യക്ഷി ശങ്കരൻ നേരെ പാഞ്ഞെടുത്തു. പക്ഷേ മുത്തശ്ശന്റെ മന്ത്രങ്ങൾ അവളെ തളർത്തിയിരുന്നു. നിലത്തു വീണ ആണി കയ്യിലെടുത്ത് ശങ്കർ സർവശക്തിയുമെടുത്ത് കരിമ്പനയുടെ തടിയിലേക്ക് ആഞ്ഞടിച്ചു. ആണി മരത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതും ലോകം പിളർന്നു പോകുന്നതുപോലെയുള്ള ഒരു നിലവിളി ആ പ്രദേശമാകെ മുഴങ്ങി. ലീലയുടെ ഭീകരരൂപം ഒരു പുകപോലെ ചുരുങ്ങി ആ കരിമ്പനയിലേക്ക് അലിഞ്ഞില്ലാതായി. കാറ്റ് നിലച്ചു. പാടം നിശബ്ദമായി. ശങ്കർ തളർന്ന് നിലത്തേക്ക് വീണു. മുത്തശ്ശൻ ഓടിച്ചെന്ന് അവനെ താങ്ങിയെടുത്തു. ദിവസങ്ങളോളം ശങ്കർ പനിപിടിച്ച് കിടന്നു. പിച്ചും പേയും പറഞ്ഞു. അവൻ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങിവന്നെങ്കിലും പഴയ ശങ്കറായിരുന്നില്ല. അവന്റെ കണ്ണുകളിലെ കൗതുകം മാഞ്ഞു, പകരം ഭയം നിറഞ്ഞിരുന്നു. അവധിക്കാലം തീരും മുൻപേ അവൻ നഗരത്തിലേക്ക് മടങ്ങി. ചെമ്പകശ്ശേരിയിലെ ഓർമ്മകൾ ഒരു പേടിസ്വപ്നമായി അവനെ വേട്ടയാടി. വർഷങ്ങൾക്കുശേഷം ആരും ആ കരിമ്പനയുടെ അടുത്തേക്ക് പോകാറില്ല. കാറ്റിരിക്കുമ്പോൾ ആ പനയോലകൾക്കിടയിൽ നിന്ന് ഒരു സ്ത്രീയുടെ തേങ്ങൽ കേൾക്കാമെന്ന് ചിലർ പറയുന്നു. ആ കരിമ്പനയുടെ തടിയിൽ കാലം തുരുമ്പെടുപ്പിച്ച ഒരിരുമ്പാണി ഇപ്പോഴും ആഴ്ന്നിരിപ്പുണ്ട്. അടങ്ങാത്ത കാമനകളുടെയും വഞ്ചിക്കപ്പെട്ട പ്രണയത്തിന്റെയും ഒരു ചെറുപ്പക്കാരന്റെ കൗതുകം വരുത്തിവെച്ച വിനയുടെയും നിശബ്ദ സാക്ഷിയായി.